അർജന്റീനയുടെ കൊച്ചിയിലെ മത്സരത്തിനായി കലൂർ സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ സ്പോൺസറുമായി ബന്ധമില്ല എന്ന GCDA വാദം പൊളിയുന്നു. സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് 3 പേർ ഒപ്പിട്ട അപൂർണമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. GCDA സെക്രട്ടറി, സ്പോൺസർ, SKF ചീഫ് എഞ്ചിനീയർ എന്നിവർ ഒപ്പിട്ട കരാറിന്റെ അനുബന്ധ രേഖ 24 ലഭിച്ചു. അർജന്റീന ഓസ്ട്രേലിയ സൗഹൃദ മത്സരത്തിനായി സ്റ്റേഡിയം സെപ്റ്റംബർ 26 മുതൽ നവംബർ 30 വരെ സ്പോൺസർക്ക് കൈമാറാനാണ് കരാർ. സ്റ്റേഡിയത്തിന്റെ നിയന്ത്രണമുള്ള GCDAയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സ്പോൺസറും കരാറിന്റെ ഭാഗമാണ്. അപൂർണമായ കരാറിന്റെ അനുബന്ധം എന്ന നിലയിൽ തയ്യാറാക്കിയ രേഖയിൽ പക്ഷേ സ്റ്റേഡിയം കൈമാറുന്നു എന്ന് മാത്രമാണുള്ളത്. സ്റ്റേഡിയത്തിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കടലാസിലില്ല. ഈ കാലയളവിൽ സ്റ്റേഡിയത്തിനുണ്ടാകുന്ന നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം ആർക്കെന്ന വിവരങ്ങളും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. GCDA സെക്രട്ടറി, സ്പോൺസർ, SKF ചീഫ് എഞ്ചിനീയർ എന്നിവരാണ് കരാറിന്റെ അനുബന്ധ രേഖയിൽ ഒപ്പിട്ടിരിക്കുന്നത്. രേഖാപ്രകാരം സെപ്റ്റംബർ 26 സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ രേഖകൾ നിലനിൽക്കെയാണ് സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയതിൽ ബന്ധമില്ല എന്ന് GCDA പറഞ്ഞത്. സ്റ്റേഡിയം വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകൾ GCDA പുറത്തുവിടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സ്പോൺസർ പറഞ്ഞതനുസരിച്ച് നവംബർ 17 അർജന്റീന ടീം കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കേണ്ടിയിരുന്നത്. സ്റ്റേഡിയം മത്സരത്തിന് സജ്ജമാക്കാൻ 70 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നാണ് സ്പോൺസർ പറഞ്ഞിരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റേഡിയത്തിലെ മരങ്ങൾ അനുമതിയില്ലാതെ മുറിച്ചതോടെയാണ് സ്റ്റേഡിയം കൈമാറ്റം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിവാദമായത്.